ഹലോ, നമസ്കാരമുണ്ട്. വെൽക്കം ടു സിനിമ മലയാളി. ലോകം ഭയങ്കര ഒരു മഹാമാരിയിൽ കൂടെ പോകുന്ന സമയത്ത് നമ്മളൊക്കെ കണ്ടാണ് കോവിഡിൻ്റെ കാലം. അതിനു മുമ്പേയും ധാരാളം സിനിമകൾ വന്നിട്ടുണ്ട്. ഈ ഔട്ട് ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, കോവിഡിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കടന്നു, നമ്മൾ വാക്സിൻ കണ്ടെത്തി, ധാരാളം ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ സമയത്ത് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ലാസ്റ്റ് ഓഫ് അസ് എന്ന് പറഞ്ഞ സിനിമ ഒരു ഗെയിമിൽ നിന്നും ഒരു സീരീസായിട്ട് അമേസോണിൽ HBO മാക്സിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നൊരു 2 വർഷം മുമ്പേറ്റാണ് അത് ഫസ്റ്റ് സീസൺ വന്നത്. ആ സമയത്ത് ഞാൻ 1-2 എപ്പിസോഡ് കണ്ടു, ബട്ട് ദെൻ ഐ ഡിഡ് നോട്ട് കണ്ടിന്യൂ വാച്ചിങ്. പെഡ്രോ പാസ്കൽ ആണ് അതിൽ മെയിൻ കഥാപാത്രമായിട്ട്. പെഡ്രോ പാസ്കൽ നാർക്കോസ് എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മളെ ഇയാളെ പിടിക്കാൻ വേണ്ടി പോകുന്ന പോലീസുകാരിൽ ഒരാളാണ് പെഡ്രോ പാസ്കൽ. ഈസ് ഓൾസോ ആക്റ്റഡ് ഇൻ ഗെയിം ഓഫ് ത്രോൺസ്. ആൻഡ് ഇത് ഒരു വൈറസ് കാരണം ആൾക്കാർ സോംബികളെ പോലെ മറ്റുള്ളവരെ കടിച്ച് ഒരു ചാവാണ്ട ഇങ്ങനെ കിടക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ലോകം മുഴുവൻ ഏതാണ്ട് അവസാനിച്ച മട്ടാണ്. അപ്പോൾ ഒരു ഫെഡ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു മിലിറ്ററി ഔട്ട്ഫിറ്റ് ഉണ്ട്. അപ്പോൾ അവർ ഇനീഷ്യലിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫെക്റ്റഡ് ആണ് തോന്നുന്ന ആൾക്കാരെ അത് ടെസ്റ്റ് ചെയ്യാണ്ട് തന്നെ കൊല്ലുന്നൊരു സിറ്റുവേഷനിൽ നിന്നും മാറി. പിന്നെ ഇതിനെ ഫയർഫ്ലൈസ് എന്ന് പറഞ്ഞാൽ ഇതിനെ എതിർത്തുകൊണ്ട് ഒരു റെവല്യൂഷണറി ഓർഗനൈസേഷൻ വേറെ ഉണ്ട്. അപ്പോൾ അങ്ങനെ 2 ഫെഡറയും ഫയർഫ്ലൈസും ഇങ്ങനെ 2 സംഭവമുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു കുട്ടീനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് പെഡ്രോ പാസ്കൽ. അല്ല, പെൺകുട്ടിയെ അഭിനയിച്ച് ഐ തിങ്ക് ബെല്ല റാംസി എന്നാണ് അവരുടെ പേര് തോന്നുന്നു. എല്ലി എന്ന് പറ്റിയാണ് സിനിമയിലുള്ള പേര്. അതും ഗെയിം ഓഫ് ത്രോൺസിൽ അഭിനയിച്ച ഒരു കുട്ടി തന്നെയാണ്. ആൻഡ് ഷീസ് എ UK ആക്ട്രസ് ഐ തിങ്ക്. ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ അതിൽ പല പല സ്റ്റോറി ലൈൻസ് ഉണ്ട്. അതായത് ഈ 2000 നടക്കുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 19-20 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഈ നമ്മളുടെ പ്രസൻറ്റ് സ്റ്റേറ്റ് എന്നിട്ടുള്ള അതിൽ നടക്കുന്നത് ആ ഇതിലാണ്. അപ്പം അതിൽ കുറേ ഉപകഥകൾ ഉണ്ട്. ആൻഡ് ദെൻ ലിങ്കിങ് ദം. പെഡ്രോ പാസ്കലിൻ്റെ ഒരു ഹിസ്റ്ററി എന്താണ്, പിന്നെ പെഡ്രോ പാസ്കൽ ഇത് കഴിഞ്ഞിട്ട് എങ്ങനെ ജീവിച്ചു, ബെല്ലയുടെ എല്ലി അവരുടെ ജീവിതം, പിന്നെ അതിൽ ഫയർഫ്ലൈസ് എങ്ങനെയാണ്, പിന്നെ ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള അങ്ങനെ കുറേ ഉപകഥകൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഞാൻ ഇനീഷ്യലി ഞാനിത് കണ്ടപ്പോൾ ഈ ഒരു സോംബി സിനിമയാണ് എന്നുള്ള ധാരണയായിരുന്നു. അതിൻ്റെ മെയിൻ തീമാണ് അത്. എല്ലാ സീസണിലും ചിലപ്പോൾ കുറച്ച് അതിൻ്റെ ഒരു സീൻ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ആ സിനിമ ഒരിക്കലും ഒരു സോംബി സിനിമ എന്നുള്ള രീതിയിലല്ല, അല്ലെങ്കിൽ സോംബി സീരീസ് എന്നുള്ള രീതിയിലല്ല. വാക്കിംഗ് ഡെഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണ്ടിട്ടില്ലേ? അപ്പോൾ അതുമാതിരി അല്ല ഞാനത് കണ്ടിട്ടില്ല. അതൊരു എങ്ങനെയാണ് നമ്മളുടെ ലോകം പഴയതുമാതിരി അല്ലാത്ത രീതിയിൽ നമുക്ക് പഴയ മാതിരി ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പം കോവിഡ് വന്നപ്പോൾ തന്നെ നമ്മളൊക്കെ വീട്ടിൽ അടച്ച് ഇരിപ്പായപ്പോൾ നമ്മൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതിനെ പറ്റി ധാരാളം ആൾക്കാർ, ഇപ്പം ഞാൻ പുസ്തകങ്ങളെ പറ്റിയിട്ട് ഇപ്പോൾ വായനാലോകം അതിൽ ഞാൻ പുസ്തകങ്ങളെ പറ്റി പറയാറുണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഇംഗ്ലീഷിൽ വിക്ടർ ഫ്രാങ്കലിൻ്റെ മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ ഒരു റിവ്യൂ ഞാൻ എൻ്റെ വേറൊരു ഇംഗ്ലീഷ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് കണ്ട വീഡിയോ അതാണ്. അങ്ങനെ സെർച്ച് ചെയ്യുന്നത്, അപ്പോൾ ആൾക്കാർ സെർച്ച് ചെയ്യുന്നൊരു സാധനമാണ് മാൻസ് സെർച്ച് ഫോർ മീനിങ്. അത് വിക്ടർ ഫ്രാങ്കൽ 2ാം ലോക മഹായുദ്ധകാലത്ത് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അവിടെ നിന്നുള്ള കഥയാണ്. അങ്ങനെയാണ് വിക്ടർ ഫ്രാങ്കൽ നമ്മൾ മരിക്കാൻ വേണ്ടി അല്ലെ മരണം എന്തായാലും ഉണ്ടാവും എന്നുള്ളൊരു സ്ഥലത്ത് നമ്മൾ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുക എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മളൊക്കെ ആ ഒരു കോവിഡ് സമയത്ത് നമ്മൾ പല ആൾക്കാരും അർത്ഥങ്ങളെ പറ്റി ചിന്തിച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ ചെയ്യുന്നത്? ബിക്കോസ് ദാറ്റ് വാസ് പ്രോബ്ലി ടൈം വെൻ മെനി പീപ്പിൾ ഗോട്ട് സ്റ്റക്ക് അലോൺ, റൈറ്റ്? കൂടാതെ ചില ആൾക്കാർ അവരുടെ ഫാമിലിയെ വളരെ ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയൊരു സമയം കൂടിയാണ്. പ്രീ കോവിഡ്, പോസ്റ്റ് കോവിഡ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക്
പ്രീ കോവിഡ്, പോസ്റ്റ് കോവിഡ് പ്രീ കോവിഡ് പോലെ തന്നെയുള്ളൊരു ജീവിതം തന്നെയാണ്. ഇപ്പോഴും ധാരാളം ആൾക്കാർ മാസ്ക് ഇടുന്നത്. മുമ്പൊക്കെ ആൾക്കാർ മാസ്ക് ഇടുന്നുണ്ടെങ്കിൽ ഇപ്പം എന്തിനാ ഈ മാസ്ക് ഇട്ട് കിടക്കണം എന്നുള്ളൊരു തോന്നലുണ്ട്. എല്ലാവരും മാസ്ക് ഇടിപ്പിച്ചപ്പോൾ പിന്നെ നമ്മൾ നോക്കുമ്പോൾ ആൾക്കാർ മാസ്ക് ഇടുന്നത് നമുക്ക് മേ ബി ഇമ്മ്യൂണിറ്റി കുറവായിരിക്കാൻ മതി, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സിംറ്റംസ് ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ മാസ്ക് ഇടുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കും മാസ്ക് ഇടുന്നത് അവനവൻ്റെ പ്രൊട്ടക്ഷനാണെന്നുള്ളത്. അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് തോന്നുകയാണ് ഞാൻ ഇൻഫെക്റ്റഡ് ആവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മാസ്ക് ഇട്ടിട്ട് മറ്റുള്ളവർക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഒരു ആൾട്രൂയിസ്റ്റിക് ആയിട്ടുള്ളൊരു തോട്ടും കൂടെ ഇതിൽ ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് വിച്ച് ഇസ് അങ്ങനെ കുറേ ലെയറിൽ ഈ സാധനങ്ങൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. പിന്നെ ശരി തെറ്റ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള the interpretations of right and wrong becomes very different when rules of the game have changed. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് സീസൺ. സെക്കൻഡ് സീസൺ ഇപ്പം HBO വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഐ തിങ്ക് മാക്സിൽ. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് സീരീസ്. കുറച്ച് കാലമായിട്ട് സീരീസിലേക്കാണ് നമ്മളുടെ ഇൻട്രസ്റ്റ്. വാച്ചിങ് അനദർ സീരീസ് റൈറ്റ് നൗ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി വാച്ച്. HBO മാക്സിലാണ് ഉള്ളത്. ഇറ്റ് ഈസ് ലാസ്റ്റ് ഓഫ് അസ് എന്നുള്ള ഗെയിം. അത് ഞാൻ ഗെയിം കളിക്കുന്ന കൂട്ടത്തിലല്ല. നിങ്ങൾ ഗെയിം കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ലാസ്റ്റ് ഓഫ് അസ് ഗെയിം ഓർമ്മ ഉണ്ടാവും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഐ വിൽ കം അഗെയിൻ വിത്ത് സം അതർ സീരീസ് വൺസ് ഐ വാച്ച്. സീരീസുകൾ കാണാനുള്ള ഒരു എന്താ പറയുക, പേഷ്യൻസ് എനിക്കില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു കണക്കിന് സീരീസുകൾ കുറച്ചും കൂടെ സുഖമാണ്. കാരണം ഐ ക്യാൻ സിറ്റ് ആൻഡ് വാച്ച് വൺസ് എപ്പിസോഡ്. 10 എപ്പിസോഡാണെങ്കിൽ 1-2 ആഴ്ചയിൽ നമുക്കൊരു സീരീസ് ഇതാക്കാം. ഓരോ ക്യാരക്ടറിനും ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ധാരാളമുണ്ട്. നമുക്കൊരു 90 മിനിറ്റ്സിൽ നമുക്ക് ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദർ ഇസ് more time that you can spend with the characters and the growth of the characters and how the characters develop in front of you and how dependencies and connections can be portrayed. ക്യാൻവാസ് ഭയങ്കര വലുതാണ് സീരീസ് കാണുന്ന സമയത്ത്. അപ്പോൾ ഇനിയും വരാം സീരീസും സിനിമയും ഒക്കെ ആയിട്ട്. ഐ സീ യു ഓൾ അഗെയിൻ നെക്സ്റ്റ് ടൈം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പിന്നെ അതിനേക്കാം.